ഒരു മറുപടിയില്ല. എന്നിട്ട് ഏടുന്ന ഒരു പാട്ട് വന്നീനേരം, പാട്ട് വന്നീന് ചീത്ത മക്ക. ഒരു ചങ്ങായി അതിനായിട്ട് പ്രസംഗിച്ചിന്. ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു കൊടുക്കുക ഓന്റെ പ്രസംഗം. മാനവികമായും ഒരു നിലയിലും യോജിക്കാത്ത വൃത്തികേടുകളാണ് ഈ കള്ളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉസ്താദിനെതിരെ യുവന്മാരൊപ്പിച്ച പണി കണ്ടോ? ഇപ്പൊ പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് സജീവമായി നിൽക്കുകയാണല്ലോ. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇവന്മാര് ആ പാട്ടിന്റെ കോലത്തിൽ പേരോട് ഉസ്താദിനെതിരെ ഇവന്മാരൊരു പാരടി ഉണ്ടാക്കി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്തോ ആകട്ടെ, എന്താണെങ്കിലും എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, ഇയാൾക്ക് പേരോടിനോട് എന്തോ ഒരു വിരോധമുണ്ട്. കാരണം പലരും ഇയാളുടെ സൈറ്റിൽ നിന്നാണ് ആ പാട്ട് കേട്ടത്. എന്നിട്ട് പിന്നെ അത് അന്വേഷിച്ച് ഫുള്ള് കേട്ടതാ. അല്ലെങ്കിൽ ഇയാൾ പറയണ അങ്ങനെയാണ്, പേരോടിൻ്റെ ശത്രുക്കൾ ഇറക്കിയ പാട്ടാണ്, എന്നാലും ഞാനൊന്ന് കേൾപ്പിക്കുകയാണ്. ആരെങ്കിലും കേൾപ്പിക്കുമോ? അപ്പം ഇയാൾക്ക് പേരോടിനോട് ദേഷ്യമുണ്ട്. സംഗതി മദനിക്കും അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആ പാട്ട് അയാൾ കേൾപ്പിക്കുന്നു. അയാളെ ചാനലിലൂടെയാണ് അത് ആയിരങ്ങൾ കേട്ടത് എന്നാണ്. കേട്ടപ്പോൾ ആൾക്കാർ ഫുള്ളും പോയി കേട്ട് വൈറലാക്കിയതിൽ വലിയ പങ്ക് അയാൾക്ക്. അയാൾ ആ പാട്ട് കേൾപ്പിച്ചു. ഇല്ലെങ്കിൽ അയാൾ കേൾപ്പിക്കുന്നു, കേട്ടോളി നിങ്ങൾ വെച്ചോടുക്ക്. എതിർപ്പുകളൊക്കെ നമുക്ക് പറയാനുള്ള വേദികളുണ്ട്. പക്ഷെ ഇല്ലാത്തത് പറയണോ? ഇത്തരത്തിൽ ആക്ഷേപിക്കണോ? പാട്ടൊന്ന് കേട്ടു നോക്കൂ. ഇത് കള്ളത്തൊരീക്കത്തുകാരുടെയും കുരുവട്ടൂർ നൗഷാദിന്റെയും ഒക്കെ വീഡിയോകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ കാണാൻ കഴിഞ്ഞതാണ്. പന്റെ ചാനൽ എന്നല്ലേ കണ്ടേ? ഇപ്പൊ പാട്ട് ആരെടുത്തുന്നാ കേട്ടെ? അയാളെ ചാനൽ എന്നല്ലേ? അതിനിപ്പോ നമ്മക്ക് ഉത്തരവാദിത്തണ്ടോ? നിങ്ങൾ ഓരോ പാട്ട് ആദ്യം നിങ്ങൾ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവരാദ്യം നമ്മളെ പേരിൽ ഇതുപോലൊരു പാട്ടിറക്കി, അവിടെ പാടിപ്പിച്ച്. പാട്ടായില്ല, അൽഫീൽ അബൂജഹൽ ഉണ്ടാക്കിയതായിട്ടുള്ളൂ. പാട്ടെന്നതിന് പറയാനൊന്നും പറ്റൂല. അപ്പൊ ആരോ എന്ത് ചെയ്തു, തിരിച്ചും പാട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നമ്മളുണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ അനൗദ്യമായിട്ട് എന്തോ ചെയ്തു വിടൊന്നും വേണ്ട. പ്രചരിപ്പിക്കാൻ ഇയാദി മദനിൻ്റെ ചാനലിനുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഔദ്യോഗികമായിട്ട് പറയും, ഞങ്ങൾക്ക് പാടാനുള്ളത് ഔദ്യോഗികമായിട്ട് പാടും. ഞങ്ങൾക്കതിന് ചാനലുകളുണ്ട്, ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്. ലാവിയത്ത് സൂഫിയയിൽ ആ പാട്ട് വന്നിട്ടുണ്ടോ പറയ്. ഞങ്ങളിപ്പോഴും ആ പാട്ട് കേൾപ്പിച്ചില്ല. ഇജ്ജ് കേൾപ്പിച്ചു എന്ന് കേൾപ്പിച്ചതാ, അത്രയല്ലേ നമ്മളെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ ആ പാട്ട് കേൾപ്പിച്ചിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ സത്യത്തിൽ പേരോടിനെതിരെ ഒരു പട തന്നെ അതിലുണ്ട് എന്നാണ് മനസ്സിലായത്. കാരണം അങ്ങനെയുള്ള ഒരാളിനോട് പറഞ്ഞു, നിങ്ങളൊരു 10 പ്രസംഗമൊക്കെ നടത്തിയിലേക്ക് ഉഷാറാണ് പാട്ട് എന്നാണ് ഏൽപ്പിക്കാരൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഫുള്ള് കേട്ടിട്ടല്ല, ഇയാളിട്ടതാ നമ്മളും കേൾക്കട്ടെ. അപ്പൊ എന്തായിപ്പോ, സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള ടീമാണ് ഇവർ എന്നുള്ളത് ഇവിടെ മുത്തഫഖുൻ അലൈഹിയായി. എല്ലാ നിലക്കും തെളിഞ്ഞ് സംഗതി ശരിയാണേനും ഇബ്നു തൈമിയ നന്നാക്കി എന്നല്ലേ പറഞ്ഞ്. കറക്റ്റ് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. പാട്ടിനെ വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല. ഇബ്നു തൈമിയെ കുറിച്ച് ഈ മദനിക്കാരൻ എന്നാ ഒന്ന് പറയട്ടെ. ഓന് വേറൊരു മദനിക്കുണ്ടായിരുന്നു അസുഖം. മദനി എന്ന് പറഞ്ഞൊരു സാധനല്ലേ, ഓൺലൈൻ മുഫ്തി, അയാൾക്കുണ്ടായിരുന്നു പ്രശ്നം. എന്നാലൊക്കെ ഇതിന് മറുപടി പറയട്ടെ. ഇബ്നു തൈമിയുടെ വാദങ്ങൾ നിരത്തുക, എന്നിട്ട് ആ വാദങ്ങളെ കുറിച്ചൊന്നും പറയണ്ടെന്ന് പേരോട് പറയാ. അതിന് നിങ്ങൾക്ക് എന്താ മറുപടി ഉള്ളത്? ആളുകൾ പഴയ പോലെയൊന്നല്ല, പ്രസംഗം ഫുള്ള് കേൾക്കാൻ ഇവിടെ കഴിയും. ഈ ആശയം അയാളയിൽ പറഞ്ഞാതെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറം ഇപ്പുറം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. തൗബ ചെയ്തു നിങ്ങൾ പറഞ്ഞില്ലേ? ആ തൗബ ശരിയല്ലെന്ന് വാളക്കുളം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇവിടെ കാണല്ലേ ആളുകൾ. അപ്പൊ പിന്നെ എന്താ അതിന്റെ അവസ്ഥ?
എവിടേക്കാ ഇത് പോയത്?